ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നടക്കും. केवल हम उस पर हमारा भरोसा बढ़ाना जरूरी है। നമ്മുടെ ആശ്രയം അവനിൽ വെക്കുക മാത്രം ചെയ്താൽ മതി. हालेलुया। जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. भजन संहिता 55 उसका 6 और 7 आयतों की ओर हमारे ध्यान हम लेकर आएंगे। भजन संहिता 55 उसके 6 और 7 आयतों की ओर। സങ്കീർത്തനങ്ങൾ 55ന്റെ 6-7 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ, ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. हालेलुया। आमीन। काश मेरे पास कबूतर के समान पंख होता करके भजन संहिता लिखने वाला यहाँ पर कहता है। പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്ന് സങ്കീർത്തനക്കാരൻ പറയും. तो मैं जरूर उड़कर प्रेज लॉर्ड आमीन कहीं दूर जाकर मैं छुप जाता था। എനിക്ക് അങ്ങനെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആമേൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. हालेलुया। ये भजन संहिता लिखने वाला दाऊद कहीं पिकनिक के लिए जाने वाला बात नहीं कह रहा है। ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഒരു പിക്നിക്കിന് പോകുന്ന കാര്യമല്ല പറയുന്നത്, बल्कि उसका ही अपना बेटा जब उसके विरोध उठा, आमीन, जब वो संकट सह नहीं पाया, तब वो परमेश्वर से प्रार्थना कर रहा है। അവിടെ ദാവീദിന്റെ സ്വന്തം പുത്രൻ തനിക്ക് വിരോധമായി എഴുന്നേറ്റ സമയത്ത് തന്റെ വേദന സഹിക്കാൻ കഴിയാതെ താൻ എഴുതിയ സങ്കീർത്തനമാണ്. अपना बेटा अबशालोम उसका विरोध उठना शुरू कर दिया। തന്റെ സ്വന്തം പുത്രനായ അബ്ശാലോം തനിക്ക് വിരോധമായി തീർന്നു. हालेलुया। उसके 4 आयत में 4 और 5 आयतों में हम देखते हैं उसके बारे में बताया गया है। അതിലെ 4-5 വാക്യങ്ങളിൽ നമ്മൾ അതിന്റെ ചരിത്രം, അതിന്റെ അനുഭവം കാണുന്നുണ്ട്. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. हालेलुया। मेरा हृदय काफी डर से डूबा हुआ है करके भजन संहिता लिखने वाला कहता है। എന്റെ ഹൃദയം അവൻ മരണഭീതിയാൽ വേദനയാൽ നിറഞ്ഞിരിക്കുന്നെന്ന് സങ്കീർത്തനക്കാരൻ പറയും. हमें जो मैं सह नहीं पा रहा हूँ उतना अधिक दर्द मेरा हृदय में भरा हुआ है। എനിക്ക് സഹിക്കാൻ കഴിയാത്തതിലും അധികമായ വേദന എന്നെ പിടിച്ചിരിക്കുകയാണ്. हालेलुया। और केवल वही नहीं, डर भी मुझे काफी नियंत्रण कर रहा है। ഇപ്പോൾ ഭയവും എന്നെ പിടിച്ചിരിക്കുന്നു. जब भय हमारे अंदर आ जाता है, प्रेज़ लॉर्ड, हमारे अंदर बिल्कुल ताकत कम हो जाता है। നമ്മുടെ ഉള്ളിൽ ഭയം ഉളവായി കഴിഞ്ഞാൽ, ഭയം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ശക്തി ക്ഷയിച്ചതുപോലെ തോന്നും. हालेलुया। ये परमेश्वर की संतानों के जिंदगी में ऐसा कैसा हो सकता है? ഇങ്ങനെ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവരുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചു? कभी कभी हमें ही हमसे ही पूछना शुरू करते हैं कि क्या ऐसा परमेश्वर की संतानों की जिंदगी में हो सकता है? മറ്റുള്ളവർ നമ്മളോട് ചോദിക്കാൻ തന്നെ തുടങ്ങും, ചില സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ജനത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കും. क्या ये विश्वास की कमी के कारण ऐसे अनुभव जिंदगी में हो रहा है? നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞതുകൊണ്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നതെന്ന് ആളുകൾ ചോദിക്കും. हमें काफी बार परमेश्वर के लोग भी ऐसे परिस्थितियों से होकर जाना पड़ता है, लेकिन प्रेज़ लॉर्ड उसमें से भाग निकलने का जरूरत नहीं है, बल्कि परमेश्वर पर हमारा भरोसा रखना बहुत जरूरी है। ദൈവത്തിൽ ഏറ്റവും ആശ്രയം വെക്കുന്നവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ കടന്നു വരുമായിരിക്കും. എന്നാൽ അതിൽ നിന്ന് പറന്ന് ഓടി പോകേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ സഹായിക്കും. दाऊद ने कभी भी अपना बेटा अबशालोम के द्वारा ऐसा होगा करके कभी नहीं सोचा था। ദാവീദ് ജീവിതത്തിൽ ഒരിക്കലും തന്റെ സ്വന്തം പുത്രനായ അബ്ശാലോമിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചതേയില്ല. केवल वही नहीं, अपना ही सबसे करीबी मित्र अहीदोबेल भी उसका विरोध उठना शुरू हो गया। ഇത് കൂടാതെ തന്റെ ഏറ്റവും അടുത്ത മിത്രമായിരുന്ന അഹീതോബേൽ ഇപ്പോൾ അവന് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നു. दाऊद कभी भी यदि आलोचना मांगना था तो इस अहीदोबेल के पास जाते थे, और अहीदोबेल उन्हें अच्छे आलोचनाओं को बताकर समझाकर देने वाला अनुभव रहा था। എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ, ആലോചന ചോദിക്കണമെങ്കിൽ ദാവീദ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അഹീതോബേലിന്റെ അടുത്താണ്. ഇപ്പോൾ അവനും തനിക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നു. एक राजा होने के नाते काफी विचार और निर्णयों को लेना जरूरी है, और उस आलोचनाओं को पाने के लिए अहीदोबेल के पास दाऊद हर एक समय जाता था। ഒരു രാജാവായിരിക്കുന്നവന് പല വിഷയങ്ങളിൽ, പല കാര്യങ്ങളിൽ, പല സമയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കണം.
അങ്ങനെ വരുമ്പോൾ അവന് സഹായത്തിന് അവൻ പോയിരുന്നത് ഇവന്റെ അടുക്കലായിരുന്നു. I mean, लेकिन अहीदोबेल भी दाऊद को छोड़कर अबशालोम के साथ जुड़ गया. അവനും ഇപ്പോൾ ദാവീദിനെ വിട്ട് ഇപ്പോൾ അബ്ശാലോമിനോട് I ചേർന്നിരിക്കുകയാണ്. mean, उसके 12वें आयत को हम पढ़ेंगे, उसी भजन संहिता के 12वें आयत को हम देखेंगे. അതിന്റെ 12ാമത്തെ വാക്യം, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. यदि मुझे निंदा करने वाला एक शत्रु होता तो मैं जरूर सह लेता था. എന്നെ നിന്ദിച്ചത് ശത്രുവായിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. हालेलुया. मुझे निंदा और अपमान करने वाला यदि दूर का एक व्यक्ति है, यदि एक शत्रु है, तो मैं सहने के लिए मुझे बड़ा मुश्किल नहीं रहेगा. എന്നെ ഉപദ്രവിച്ചവൻ ഒത്തിരി ദൂരെയുള്ളവനായിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാമായിരുന്നു. लेकिन उसके 13वें आयत को हम देखेंगे. എന്നാൽ അതിന്റെ 13ാം വാക്യം, നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. I mean, you are my companion, my close friend करके दाऊद अहीदोबेल के बारे में कह रहा है. നീ എന്റെ സമനായ മനുഷ്യനും എന്റെ സഖിയും പ്രാണസ്നേഹിതനും എന്ന അഹീതോബേലിനെ കുറിച്ച് ദാവീദ് പറയുക. I mean, मेरा सबसे करीबी मित्र रहा है तू, और तू अब मुझे छोड़कर हालेलुया मुझे नाश करने के लिए I mean, मेरे बेटे के साथ जुड़ा हुआ है. നീ എന്റെ പ്രാണസ്നേഹിതനായിരുന്നു, എന്നാൽ നീ എന്നെ വിട്ടുപിരിഞ്ഞപ്പോൾ എന്റെ മകനുമായി ചേർന്ന് എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നു. उनका फ्रेंडशिप इतना मजबूत था. उसकी अगली आयत में 14th आयत को हम जरूर देखेंगे. അവരുടെ സ്നേഹബന്ധം എത്ര അധികമായിരുന്നെന്ന് 14ാമത്തെ വാക്യം പറയുന്നുണ്ട്. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ. हालेलुया. हम बड़े मीठे मीठे बातें बोलते हुए परमेश्वर की आलय में हम जरूर गए हैं. നമ്മൾ തമ്മിൽ മധുര സമ്പർക്കം ചെയ്ത പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ. हालेलुया. कलीसिया में भी लोग जब आकर बैठते हैं, हालेलुया, प्रेज लॉर्ड, I mean, करीब आकर बैठने वाले लोग कुछ अलग लोग रहते हैं. നമ്മുടെ ചർച്ചകളിലും ആളുകൾ കടന്നു പോകുമ്പോൾ അവരവരുടെ അടുക്കൽ വന്നിരിക്കുന്ന ആൾക്കാർ പ്രത്യേകമുണ്ട്. हालेलुया. प्रेज लॉर्ड. हम जब चर्च जाते हैं तो हमें जो कंफर्टेबल लगता है उनके पास जाकर हम बैठने का कोशिश करते हैं. നമ്മൾ എല്ലാവരും ചർച്ചിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായി ഇഷ്ടപ്പെട്ട ആളിന്റെ അടുത്തല്ലേ നമ്മൾ ഓടിപ്പോയി ഇരിക്കുന്നത്. आराधना के बीच में भी चुगली करते हैं. हमें प्रचार चलता है तभी भी चुगली करते हैं. ആരാധനയുടെ ഇടയ്ക്കും കുറ്റം പറയും, പ്രസംഗം നടക്കുമ്പോഴും പരദൂഷണം പറയും. इसके बीच में तो मजाक भी बोल देते हैं. पास्टर को पता नहीं चलता है, लेकिन आपस में तो बड़े बड़े कामें इतिहास भी रच लेता है. പാസ്റ്റർ പോലും അറിയത്തില്ല, എന്നാൽ അവിടെ ഇരുന്ന് തമാശയും വർത്തമാനവും കമന്റടിയും എല്ലാം നടക്കും. इसके बीच में अगले एक हफ्ते का पूरा प्लानिंग भी उन लोग बना लेते हैं. ഇതിനിടയ്ക്ക് അടുത്ത ഒരാഴ്ചത്തെ അവര് പദ്ധതികളെല്ലാം തയ്യാറാക്കും. और वो कुर्सी छोड़कर यदि किसी और ने उनके कुर्सी में बैठ गया तो चर्च में साइक्लोन आ जाएगा. ആ ചെയറിൽ, ആ കസേരയില് ഇനി എങ്ങാനും അബദ്ധവശാൽ ആരെങ്കിലും വന്ന് ഇരുന്നെങ്കിൽ ആ ചർച്ചിനകത്ത് അന്നൊരു കൊടുങ്കാറ്റടിക്കും. हालेलुया. प्रेज लॉर्ड. मुझे पता है एक अंकल ने तो आकर सामने से बोल दिया, बेटा उठ, ये मेरा कुर्सी है, मैं इधर ही बैठता हूँ. എനിക്ക് അങ്ങനെയുള്ള ആളുകളെ വരെ അറിയാം. ഒരു അങ്കിള് കടന്നു വന്നിട്ട്, മോനെ നീ എണീച്ചു പോ, ഇതെന്റെ ചെയറാണെന്ന് പറഞ്ഞ് എണീപ്പിച്ചിരുന്ന ആൾക്കാരെ അറിയാം. ये भाई पहले बार चर्च में आया था, उन्हें समझना थोड़ा मुश्किल था, इसके लिए ये अंकल ने उसे धक्का देकर अगले चेयर में बिठा दिया. ആ സഹോദരൻ ആദ്യമായി ചർച്ചിൽ വന്നതായതുകൊണ്ട് അവന് ഇരിപ്പിന്റെ വശങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അവനെ ഉന്തി അടുത്ത ചെയറിലേക്ക് ഇരുത്തിയിട്ട് ഈ അച്ഛൻ സ്വന്തം സീറ്റിലിരുന്നു. चर्च में भी हमारा एक कंफर्टेबल प्लेस रहता है. നമ്മുടെ സഭകളിലെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇരിക്കുന്ന സ്ഥലമുണ്ട്. और हम किसके साथ बैठते हैं वो भी हम बड़े ध्यान से देखकर हम जाकर बैठते हैं. ആരുടെ അടുത്തായി ഇരിക്കുന്നതെന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കിക്കണ്ടായിരിക്കുന്നത്. हालेलुया. दाऊद भी ऐसे ही परमेश्वर की आलय में आराधना करने के लिए जब जाता था, वो अहीदोबेल के साथ जाकर परमेश्वर की आराधना करने वाला अनुभव है करके यहाँ पर 14th आयत में परमेश्वर का वचन हमें दिखा रहा है. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിലും ആലയത്തിൽ കടന്നു പോകുമ്പോൾ അവൻ ഏറ്റവും സൗകര്യമായി ഇഷ്ടമായ
അഹീതോബേലിന്റെ കൂടെ വർത്തമാനം പറഞ്ഞ് അവർ ഒരുമിച്ചായിരുന്നു ദൈവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നത്. I mean, इतने करीबी मित्र इसका शत्रु बनेगा करके दाऊद ने कभी नहीं सोचा था. ഇത്ര അടുത്ത സ്നേഹിതൻ ആമെ പെട്ടെന്ന് ശത്രുവാകുമെന്ന് ദാവീദ് ചിന്തിച്ചതേയില്ല. इसके लिए उसका हृदय काफी दर्द से भरा हुआ है करके ये भजन संगीता में वो कह रहा है. അതുകൊണ്ടാണ് അവന്റെ ഹൃദയം വളരെ വേദനിച്ച് അവൻ ഈ സങ്കീർത്തനം എഴുതി. और उसके 21 आयत को भी हम जल्दी से देखेंगे. അതിന്റെ 21 അവന്റെ വായ വെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തിലോ യുദ്ധമത്രേ. आमिर उसके बातें जब हम सुनते हैं बटर के समान है. हालेलुया. फिसलता है लेकिन उसके हृदय के अंदर तो वो युद्ध सोच रहा है. അവന്റെ വായിലെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് വെണ്ണ പോലെ നല്ല മൃദുവായി തോന്നും, പക്ഷേ ഹൃദയത്തിനകത്ത് യുദ്ധമത്രേ. और आगे भी देखेंगे. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവയെങ്കിലും അവ ഊരിയ വാളുകളായിരുന്നു. हालेलुया. लेकिन उसके शब्द उस तेल के समान इतना सॉफ्ट रहा है, लेकिन वो ऐसा रहा कि खुले हुए तलवार के समान रहा है. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവയെങ്കിലും അത് ഊരിയ വാളുകൾ പോലെയായിരുന്നു. बाहरी तौर से तो मुस्कुराते हुए दिखाते हैं, लेकिन अंदर ही अंदर कुछ युद्ध चल रहा है, तलवार खींच रहा है. किसी ना किसी को तो खत्म करने वाला है. നമ്മുടെ വാക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുറമേ നോക്കിയാൽ വളരെ എണ്ണയെ പോലെ മൃദുവായതും മയമുള്ളതുമാണ്, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കത്തക്കവണ്ണം മൂർച്ചയേറിയ വാക്കുകളാണ്. हम जब यूपी में सेवकाई करते थे वहां पर हमारे एक आंटी रहा है. ഞങ്ങൾ യുപിയിൽ കർത്താവിന്റെ വേല ചെയ്ത സമയത്ത് ഞങ്ങളുടെ സഭയിൽ ഒരു ആന്റി ഉണ്ടായിരുന്നു. उनका जो मुंह से आने वाला शब्द हमें ऐसा लगता है कि ब्लेड से हमें काट रहा है. ആന്റിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട് ബ്ലേഡ് എടുത്ത് നമ്മളെ ഇങ്ങനെ മുറിക്കുകയാണ്. सच में उन्हें पता है कि कहां पर काटना है और किसको काटना है करके. ആ പുള്ളിക്കാരിക്ക് നല്ല തിട്ടമായിരുന്നു ആരെ കീറണം എവിടെ കീറണം. किसी को नहीं छोड़ते हैं. चाहे वो प्रार्थना में किसी को फाड़ते हैं. कुछ लोगों को जब वो गवाही के लिए खड़े हो जाते हैं, लोग सिर में हाथ रखते हैं, आज तो किसी का काम पूरा होने वाला है, सोच कर बैठ जाते हैं. ഒന്നെങ്കിൽ പുള്ളിക്കാരി പ്രാർത്ഥനയ്ക്കകത്തൂടെ ചെയ്യും, അല്ലെങ്കിൽ സാക്ഷ്യത്തിന് എഴുന്നേൽക്കുമ്പോഴേ ആൾക്കാർ തലേ കൈവെക്കും, ഇപ്പോൾ തന്നെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ കിട്ടും. उन्हें पता है कि कैसा काटना है. അവർക്ക് നല്ല തിട്ടമായിരുന്നു എങ്ങനെ കൊള്ളിക്കണം. हालेलुया. हमने भी बहुत अनुभव किया है. ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. हम 7 साल वहां के पासवान रहे हैं. बहुत अच्छा तजुर्बा हमें मिला है. ഞങ്ങളും 7 വർഷം കർത്താവിന്റെ ശുശ്രൂഷയിൽ നല്ല അനുഭവ പരിചയം ലഭിച്ചിട്ടുണ്ട്. लेकिन वो सब कुछ हमारे भलाई के लिए रहा എന്നാൽ है. അതെല്ലാം നന്മയ്ക്കായിട്ട് തീരുവാനിടയായി. इसके लिए आज यदि कोई काटता है तो हमें कुछ लगता भी नहीं है, അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും ഇട്ട് മുറിച്ചാലും ഒന്നും ഒരു ഏശലും ഇല്ല. क्योंकि पहले पूरा कट चुका है. इसके लिए अब हमें कुछ असर नहीं पड़ता है. പണ്ടേ മുറിഞ്ഞ് ആമേൻ അനുഭവം ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ഏശുന്നില്ല. हालेलुया. क्योंकि ये सब एक हमारे जिंदगी में परमेश्वर देने वाला एक अनुभव है. ये ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ്. कभी कभी तो टूट जाते हैं, लेकिन काफी बार ऐसा लगता है कि हमें नहीं बोला, किसी और से उन्होंने कहा है. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആമേൻ വല്ലാതെ തളർന്നു പോകാറുണ്ട്, ഹൃദയം വേദനിക്കാറുണ്ട്. എന്നാൽ ചിലതെല്ലാം നമ്മളോടല്ല എന്ന രീതിയിൽ ആമേൻ മാറിക്കളയുവാൻ ദൈവം സഹായിക്കും. कुछ बातें मेरे पत्नी मेरे से आकर कहता है कि अच्छा आपको पता नहीं चला, वो आपसे कह रहा था. ചില കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വന്ന് പറയും, അത് അച്ചാച്ചനോടല്ലേ പറഞ്ഞത്, മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. मैंने बोला कि मैं क्यों ये सिर में लेके रखना है, मैंने तो छोड़ दिया, परमेश्वर बाकी जो देखना है देख लेगा. ഞാൻ ചോദിക്കും, ഇതെല്ലാം കൂടെ എടുത്ത് തലേ വെക്കുന്നത് എന്തിനാ, ദൈവം നോക്കിക്കോളും ബാക്കി കാര്യം. हालेलुया. प्रेज़ लॉर्ड. काफी बार बटरिंग जैसा लगता है, लेकिन उनके मुंह में आने वाला शब्द एक तलवार के समान रह जाता है. ചില സാഹചര്യങ്ങളിൽ അവരുടെ വാക്കുകൾ വളരെ വെണ്ണ പോലെ നമ്മൾക്ക് തോന്നും, പക്ഷെ ഉള്ളിനുള്ളിൽ ഭയങ്കര യുദ്ധമാണ്. लेकिन परमेश्वर का हमारे जिंदगी में ऐसे अनुभव से हमें लेकर जाने के पीछे कुछ ना कुछ योजना भी रहता है.
എന്നാൽ ദൈവം നമ്മെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിന്റെ പിറകിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. हालेलुया. एक लोहा के काम करने वाले एक ब्लैक स्मिथ के पास यदि हम जाएंगे तो वहां पर अलग अलग अनुभव को हम देखते हैं. ഈ ആയുധശാലയിൽ പണിയെടുക്കുന്ന ഒരു കൊല്ലന്റെ അടുക്കൽ നമ്മൾ പോയാൽ അവിടെ വിവിധ തരത്തിലുള്ള പണികൾ കാണാം. वो लोहार पहले यदि एक छुरी या तलवार लेकर हम देंगे, यदि एक वेपन हम देते हैं तो उसे एक पत्थर से उसे उसका धाग शार्प करने के लिए कोशिश करते हैं. നമ്മൾ ഒരു ആയുധം അല്ലെങ്കിൽ ഒരു ആയുധമോ എന്തെങ്കിലും തന്റെ കയ്യിൽ കൊടുത്താൽ അത് മൂർച്ചയാക്കുന്നതിന് വേണ്ടി താൻ അരമെടുത്ത് അതിനെ നന്നായി അരം വരുത്തി മൂർച്ചയുള്ളതാക്കി തരും. यदि उससे नहीं होगा तो हथौड़े से मारने के बाद फिर उसे उस पत्थर से शार्प करते हैं. ഇനി അഥവാ അങ്ങനെ മാത്രം ചെയ്തതുകൊണ്ട് അത് മൂർച്ചയുള്ളതായില്ലെങ്കിൽ താൻ അതിനെ ചുറ്റിക എടുത്ത് നന്നായി അടിച്ച് നിരത്തി പിന്നെ അതിനെ അരം വെച്ച് മൂർച്ചയുള്ളതാക്കും. यदि हथौड़े से भी मारकर सही नहीं होता है तो तीसरा प्रक्रिया है कि उसे आग में डालता है और उसे इतना नरम करते हैं और फिर उसके ऊपर हथौड़े से मारकर फिर उसे पत्थर से शार्प कर देता है. ഈ രണ്ട് പ്രക്രിയ കൊണ്ടും നല്ല മൂർച്ച വരാത്ത ആയുധങ്ങൾ എടുത്ത് തീയിൽ നന്നായി പഴിപ്പിച്ച് അതിനെ മയമുള്ളതാക്കി പിന്നീട് ചുറ്റിക വെച്ച് അടിച്ച് പരത്തി അതിനെ പിന്നീട് മയമുള്ളതാക്കുവാൻ അരം വെച്ച് ഉരയ്ക്കും. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 3 अलग अलग प्रक्रिया है. മൂന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ. कुछ लोगों की जिंदगी तो पत्थर काफी है उसे शार्प करने के लिए. ചിലരുടെ ജീവിതത്തിൽ ചെറിയ ഒരു അരം വെച്ച് ഉരയ്ക്കുന്ന അനുഭവം മതി അവർ മൂർച്ചയുള്ളതായി മാറാൻ. कुछ लोग और भी थोड़ा मजबूत है, इसके लिए हथौड़ी से मार के सही करके फिर उसे उस पत्थर से शार्प करना पड़ता है. മറ്റു ചിലർ അല്പം കൂടെ കഠിനമുള്ളവരായതുകൊണ്ട് അവരെ ചുറ്റിക പോലെയുള്ള ആയുധം വെച്ച് അടിച്ച് പരത്തുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാവും. कुछ लोग तो ये दोनों का भी लायक नहीं है, इसके लिए उनको आग में डालना पड़ता है. എന്നാൽ മറ്റു ചിലർ ഇത് രണ്ടുകൊണ്ടും പറ്റാത്തവരായതുകൊണ്ട് തീയുടെ അനുഭവത്തിലൂടെ പോകേണ്ടതായി വരും. और फिर उसे नरम करने के बाद में हथौड़ी से मारते हैं और फिर उसे पत्थर से शार्प करते हैं. അവരെ പിന്നീട് നല്ല മയമായി കഴിയുമ്പോൾ ഒന്ന് ചുറ്റിക വെച്ച് അടിച്ച് പരത്തി എടുക്കും. आमीन. मैं और आप होकर जाने वाला हर एक अनुभव के लिए मैं परमेश्वर को धन्यवाद देता हूँ. നമ്മൾ കടന്നു പോകുന്ന എല്ലാ ജീവിത അനുഭവങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. मैं विश्वास करता हूँ कि कुछ लोग उस हथौड़ी की प्रक्रिया से होकर जा रहे हैं. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ് ചില ആളുകൾ ഈ ചുറ്റികയുടെ അനുഭവത്തിലൂടെയാ കടന്നു कुछ പോയിക്കൊണ്ടിരിക്കുന്നത്. लोगों को तो पत्थर से शार्प करना भी काफी है. ചില ആളുകളെ അരം വെച്ച് ആമേൻ कुछ മൂർച്ചയാക്കിക്കൊണ്ടിരിക്കുക. लोगों को आग में डालकर सही प्रक्रिया से तैयार करना जरूरी पड़ जाता ചില है. വ്യക്തികൾ ആമേൻ തീയുടെ അനുഭവത്തിലൂടെ ഇട്ട് അവരെ മൂർച്ചയുള്ള ആയുധമാക്കി ദൈവം ഉപയോഗിക്കാൻ लेकिन ആഗ്രഹിക്കുന്നു. एक बात सच है कि आप यदि उस व्यक्ति के हाथ में है तो आप जरूर सुरक्षित हैं. എന്നാൽ ഒരു കാര്യം വാസ്തവമാണ്, അവന്റെ കരങ്ങളിൽ ആ കൊല്ലന്റെ കരങ്ങളിലാണ് നമ്മളെങ്കിൽ നമ്മൾ आप സുരക്ഷിതരാണ്. लोहार के हाथ में है तो आप जरूर उस उपयोग की पात्र बनते हुए या उस वेपन बनते हुए आप जरूर बाहर आने वाला ആ है. കൊല്ലന്റെ കരങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ ഉപയോഗപ്രദമായ ഒരു നല്ല പാത്രമായി നമ്മൾ പുറത്തു വരുവാൻ ദൈവം ഇടയാക്കും. एलिया नाम का एक भविष्यवक्ता के बारे में हम जरूर जानते हैं. ഏലിയാവ് എന്ന പ്രവാചകനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. उनके भविष्यवाणी के कारण बारिश भी रुक गया. അവന്റെ പ്രാർത്ഥനയും പ്രവചനവും കൊണ്ട് ദേശത്ത് മഴയും മഞ്ഞും നിന്നുപോയി. राजा के खिलाफ प्रेस लॉर्ड आमीन हालेलुया बातें करने के लिए एलिया से ही हो पा रहा है. രാജാവിന് വിരോധമായി പ്രവചനം പറയുവാൻ ഏലിയാവിന് മാത്രമേ ധൈര്യമുള്ളായി. बाकी किसी के अंदर वो हिम्मत नहीं रहा है. മറ്റുള്ളവർക്ക് ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. लेकिन एलिया के अंदर वो सामर्थ रहा ताकि वो राजा से भी जाकर हालेलुया परमेश्वर की बातों को वो कह पा रहा था. ഏലിയാവിന്റെ ഉള്ളിലെ ധൈര്യം എന്ന് പറയുന്നത് രാജാവിന്റെ അടുക്കൽ പോലും പോയി പ്രവചിക്കുവാനുള്ള ധൈര്യമുണ്ടായി. लेकिन अब वो वहां से दूर भाग रहा है. हालेलुया. और प्रेस लॉर्ड एक जंगल में आकर एक झाड़ी के नीचे वो छुपा हुआ है. ഇപ്പോൾ അവിടെ നിന്ന് ഭയന്ന് ഓടി താൻ ദൂരദേശത്തേക്ക് ഓടിപ്പോയി ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുകയും वो चाहता है कि कोई और इसके बारे में ना जाने. അവൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ വന്നിരിക്കുന്ന വിവരം മറ്റാരും അറിയില്ല. मैं इस मरुभूमि में इस झाड़ी के नीचे मर जाऊं लेकिन किसी को पता ना चले. ഇവിടെ ഇരുന്ന് ഞാൻ മരിച്ചു
പോയാലും സാരമില്ല, പക്ഷെ ഈ വിവരം മറ്റാരും അറിയരുത്. इसके लिए वो डरते हुए बड़े भय के साथ भागकर हालेलुया अपने जान खत्म करने के लिए आया हुआ है. അങ്ങനെ അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടി മരണത്തിനായി താൻ वो ഓടിപ്പോയിരിക്കുക. कहता है कि मैं मेरे पिताओं से भी श्रेष्ठ नहीं हूँ. ഞാൻ എന്റെ അപ്പനേക്കാൾ ശ്രേഷ്ഠനല്ല എന്ന് അവൻ പറയും. हालेलुया. मरने के लिए जो आग्रह किया उसके पास परमेश्वर रोटी लेकर आ रहा है और खिला रहा है और कहता है कि खत्म नहीं हुआ है और भी तेरे लिए दौड़ बाकी है. അങ്ങനെ മരണം കാത്തിരുന്നവന്റെ അടുക്കലാണ് ദൈവം കടന്നു വന്ന് തന്നോട് പറയുകയാണ്, കഴിഞ്ഞിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. हालेलुया. और 3 लोगों को अभिषेक करना बाकी है. ഇനിയും 3 പേരെ അഭിഷേകം ചെയ്യുവാൻ നിനക്ക് I ബാക്കിയുണ്ട്. mean एलिशा, हसाएल और येहू को अभिषेक करना बाकी है. നീ മുഖാന്തരം എലീശായെയും ഹസായേലിനെയും യേഹൂവിനെയും നീ അഭിഷേകം ചെയ്യണം. हालेलुया. प्रेज द लॉर्ड. एक जगह पर वो खत्म होने के लिए तैयार होकर बैठा है, लेकिन परमेश्वर कहता है खत्म होने के लिए नहीं लाया है, बल्कि तुझे और भी भगाने के लिए, परमेश्वर के लिए कार्यरत होने के लिए मैंने तुझे चुना है. സകലതും തീർന്നു കഴിഞ്ഞു മതി എന്ന് പറഞ്ഞിരുന്ന ഏലിയാവിനോട് ദൈവം പറയുക, കഴിഞ്ഞിട്ടില്ല, ഇനിയും നിനക്ക് ശുശ്രൂഷ ബാക്കിയുണ്ട്. यदि मुझे पंख होता तो मैं कहीं और उड़कर चले जाता था. പ്രാവിനെ പോലെ എനിക്ക് 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടിപ്പോയി I വിശ്രമിക്കുമായിരുന്നു. mean योना के ऊपर की बुलाहट कुछ और ही रहा था. യോനായെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി മറ്റൊന്നായിരുന്നു. हालेलुया. उससे कहता है कि निनवे की ओर जा, അവനോട് പറഞ്ഞത് നിനവയ്ക്ക് പോകാൻ. लेकिन वो कहता है कि नहीं, मुझे और कुछ बिजनेस स्टार्ट करना है बोलकर वो अलग दिशा की ओर यात्रा कर रहा है. എന്നാൽ അതിനെ അവൻ വിട്ടുകളഞ്ഞിട്ട് എനിക്ക് മറ്റൊരു കാര്യം ചെയ്യുവാനുണ്ടെന്ന് പറഞ്ഞ് അതിൽ നിന്ന് തന്റെ വിളിയിൽ നിന്ന് താൻ ദൂരെ ഓടിപ്പോയി. वो अपने हिसाब से बिजनेस शुरू करने के लिए तर्शीश की ओर वो जहाज पर चढ़ा. അവൻ അവന്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുവാനായി തർശീശിനുള്ള കപ്പലിൽ കയറി. लेकिन परमेश्वर का योजना जब तक योना के ऊपर है, योना को छोड़ने के लिए परमेश्वर तैयार नहीं है. എന്നാൽ ദൈവിക പദ്ധതി യോനായുടെ മേളിൽ ഉള്ളിടത്തോളം യോനായെ വിടാൻ ദൈവത്തിനും ഇഷ്ടമല്ല. हालेलुया. परमेश्वर हालेलुया तर्शीश की ओर जाने वाला योना को वहां से दूसरे एक मत्स्य को तैयार करते हुए निनवे की ओर लेकर आ रहा है. തർശീശിന് കടന്നു പോകുന്ന ആ യോനായെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു മത്സ്യമുഖാന്തരം ദൈവം ഇടയാക്കി. हालेलुया. प्रेज़ द लॉर्ड. परमेश्वर खुद चुन रहा है कौन से जहाज में उसे लेकर आना है. ദൈവം തന്നെ തിരഞ്ഞെടുത്ത ഒരു കപ്പലിൽ അവനെ മടക്കി കൊണ്ടുവരും. थोड़ा तो कठिन अनुभव से होकर जाना पड़ेगा, അല്പം കാഠിനമേറിയ അനുഭവം തന്നെയാണ്. लेकिन फिर भी परमेश्वर की योजना परमेश्वर पूरा करता है. എന്നാൽ അവിടെയും ദൈവത്തിന്റെ ഹിതം ദൈവം It നിറവേറ്റുകയാണ്. is better to be in the hands of the Lord. परमेश्वर की हाथों में गिरना हमारे लिए सबसे सुरक्षित बात है. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നത് തന്നെയാണ്. हालेलुया. प्रेज़ द लॉर्ड. उसी भजन संहिता के 16 और 17 आयतों को भी हम पढ़ेंगे. അതേ സങ്കീർത്തനത്തിന്റെ 16, 17 വാക്യങ്ങൾ. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. हालेलुया. मैं परमेश्वर की ओर पुकारूंगा और वो मुझे सुन लेगा. ഞാൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കും, അവൻ എന്നെ രക്ഷിക്കും. मैं सुबह दोपहर शाम 3 समय मैं परमेश्वर की ओर पुकारने वाला ഞാൻ हूँ. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് और കരയും. मैं मेरा सारे पिटिशंस में मेरे परमेश्वर के हाथों में रखूंगा. എന്റെ സകല വേദനകളും ഞാൻ ദൈവത്തോട് അറിയിക്കും. और परमेश्वर मेरे आंसुओं को पोंछते हुए मुझे जवाब देने वाला परमेश्वर है. അവൻ എന്റെ കണ്ണുനീർ തുടച്ച് എനിക്ക് മറുപടി തരുന്ന ദൈവമാണ്. अहीदोबेल तू कितना भी आलोचना अबशालोम को समझा कर दे, लेकिन मैं तेरे खिलाफ कुछ नहीं बोलूंगा, बल्कि मैं इस सारे बातों को परमेश्वर के सामने लेकर आकर रखने वाला हूँ. അഹീതോബേലേ, നീ എനിക്ക് വിരോധമായ അബ്ശാലോമിന് എന്തെല്ലാം ആലോചനകൾ പറഞ്ഞു കൊടുത്താലും ഞാൻ നിന്നോടൊന്നും പറയത്തില്ല. എന്റെ സങ്കടം മുഴുവനും ഞാൻ കർത്താവിനോട് ബോധിപ്പിച്ച് ഞാൻ അവന്റെ സന്നിധിയിൽ കരയും. हालेलुया. दाऊद 3 समय परमेश्वर के पास आकर अपने सारे संकटों को बांट रहा है. ദാവീദ് 3
സമയത്ത് ദൈവസന്നിധി കടന്നു വന്ന് അവന്റെ സങ്കടം ये പറയുമായിരുന്നു. दाऊद कौन है वो भी जानना बहुत जरूरी ഈ है. ദാവീദ് ആരായിരുന്നു? आमीन. यिसई का बेटा है करके हम जरूर जानते हैं. യിശായിയുടെ പുത്രനായ ദാവീദ്. आमीन. प्रेज़ द लॉर्ड. आमीन. आत्मा आमीन सामुएल से कहता है जब तक दाऊद घर पे ना आए तब तक यहाँ पर इस फीस्ट के लिए मैं नहीं बैठूंगा. ശമൂവേൽ അവനോട് പറയുകയാണ്, പിതാവിനോട് പറയുകയാണ്, എപ്പോൾ ദാവീദ് ഭവനത്തിൽ വരുന്നില്ല അപ്പോൾ വരെ ഞാൻ പന്തിക്കിരിക്കില്ല. मैं किसी का आमीन ऊंचाई या किसी के आमीन हाइट या वेट नहीं देखने वाला हूँ, बल्कि परमेश्वर जो कहेगा उसके ऊपर ही मैं अनॉइंटिंग करने वाला हूँ. ഞാനൊരു വ്യക്തിയുടെയും പൊക്കവും വണ്ണവും ഒന്നും നോക്കത്തില്ല, ദൈവം കാണിക്കുന്നവനെ മാത്രമേ ഞാൻ അഭിഷേകം ചെയ്യുകയുള്ളൂ. और ये दाऊद का खासियत ये है कि तिरस्कार की अनुभव जिंदगी में हुआ, लेकिन कहीं पर भी वो पराजित होने के लिए तैयार नहीं था. അവന്റെ ജീവിതത്തിൽ അവൻ തിരസ്കരിക്കപ്പെട്ടു, അവൻ അത് അനുഭവിച്ചവനായിട്ടും ആമേൻ അവൻ ഒരിക്കലും പിന്മാറുവാൻ എവിടെയും ഇടയായില്ല. ആമേൻ. സ്തോത്രം. हालेलुया. एक बार सिंह उसके आमीन सामने आता है. ഒരിക്കൽ ഒരു സിംഹം അവന് വിരോധമായി കടന്നു വന്നു. उसने नहीं डरा. അവൻ അവിടെയും പേടിച്ചില്ല. हालेलुया. सिंह से कौन नहीं डरता है? ആരാ സിംഹത്തെ പേടിക്കാതെ? आमीन. लेकिन सिंह से उसने नहीं डरा बल्कि उसको फाड़ दे दिया. ഒരു സിംഹത്തെ പോലും പേടിക്കാതെ അവൻ അതിനെ കീറിക്കളഞ്ഞെന്ന് പറയുന്നു. एक बार भालू उसके सामने आया, उसे भी उसने खत्म कर दिया. കരടിയെയും അവന് ഭയമില്ലായിരുന്നു. उससे भी 3 गुना लंबा वाला गोलियात उसके सामने आया. അതിലും 3 ആമേൻ മടങ്ങ് പൊക്കമുള്ള ഗോലിയാത്ത് അവന്റെ മുന്നിൽ വന്നവനാ. आमीन. गोलियात को देखकर पूरा राजा और पूरे राज्य डरे हुए थे. ഗോലിയാത്തിനെ കണ്ട് മുഴുവൻ രാജാവും രാജ്യവും ഭയന്നു പോയതാണ്. लेकिन दाऊद के अंदर डर नहीं है. അന്നും ദാവീദിന്റെ ഉള്ളിൽ एक ഭയമില്ലായിരുന്നു. छोटा सा पत्थर लेकर आमीन गोलियात के खिलाफ युद्ध लड़ने जा रहा है. കൊച്ചു കല്ലെടുത്ത് താൻ ഗോലിയാത്തിനെ തകർത്തു കളഞ്ഞു. हालेलुया. बड़े आसानी से एक पत्थर से गोलियात को वो गिरा रहा है. വളരെ എളുപ്പത്തിൽ ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ അവൻ വീഴ്ത്തി. हालेलुया. इतने हिम्मत आमीन वाला एक दाऊद अपने एक छोटा से बातों के सामने वो कमजोर हो रहा है. ഇത്ര ശക്തനായിരുന്ന ദാവീദ് തന്റെ ജീവിതത്തിൽ വന്ന ഒരു ചെറിയ വിഷയത്തിന്റെ മുന്നിൽ തളർന്നു പോയി. आमीन. जब सिंह आया था तब डर उसे नहीं गहरा था, लेकिन जब अपने बेटा अबशालोम उसका विरोध उठा, वो कहता है कि डर मुझे कब्जा कर रहा है. ഒരു സിംഹം തനിക്ക് വിരോധമായി എഴുന്നേറ്റ് വന്നപ്പോൾ ഭയമില്ലാതിരുന്ന ദാവീദിന് ഇപ്പോൾ തന്റെ മകനായ അബ്ശാലോം തനിക്ക് വിരോധമായി എന്നറിഞ്ഞപ്പോൾ അവൻ പറയുകയാ, ഞാൻ ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുക. गोलियात जब उसके सामने था उसके अंदर डर नहीं था, लेकिन अपना प्रिय मित्र आमीन अहीदोबेल जब उसके विरोध उठा तब वो डर रहा है. തന്റെ മുന്നിൽ വലിയ മല്ലനായ ഗോലിയാത്തിനെ കണ്ട് തനിക്ക് ഭയമുണ്ടായില്ല, എന്നാൽ തന്റെ സ്നേഹിതനായ അബീതോബേൽ തനിക്ക് വിരോധമായി നിൽക്കുന്നത് കണ്ടപ്പോൾ ദാവീദിന്റെ ഹൃദയം പെടയുവാനിടയായി. हालेलुया. इसके लिए वो परमेश्वर की ओर रो रहा है, परमेश्वर की ओर वो विनती कर रहा है. അതിനെ കൊണ്ടാണ് അവൻ ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത്. क्योंकि अहीदोबेल एक ब्रिलियंट एक आदमी रहा है. അഹിതോബേൽ വളരെ ബുദ്ധിമാനായ വ്യക്തിയാണ്. आमीन. कोई भी यदि आलोचना मांगने के लिए आमीन पूछेंगे तो सभी लोग अहीदोबेल के नाम कहते थे. ആരെങ്കിലും ആലോചന ചോദിക്കാൻ അഭിപ്രായം ചോദിച്ചാൽ എല്ലാവരും അഹിതോബേലിന്റെ പേരാ പറയുന്നത്. उसका आमीन आलोचना कभी भी निष्फल आज तक नहीं हुआ था. അവന്റെ ആലോചനയൊന്നും ഇതുവരെയും വ്യർത്ഥമായിട്ടില്ല. इसके लिए दाऊद को डर है. उसका सारे बातें अहीदोबेल जानता है. यदि वो कमजोरियों को अबशालोम को बताकर देगा तो वो जरूर गिर जाएगा. അതുകൊണ്ട് ദാവീദിന് നന്നായിട്ട് അറിയാം, എന്റെ എല്ലാ ബലഹീനതകളും വിഷയങ്ങളും അഹീതോബേലിന് നന്നായി അറിയാം. അത് അബ്ശാലോമിന് പറഞ്ഞു കൊടുത്താൽ ഞാൻ വീണുപോകും. आमीन. इसके लिए वो डर गया और वो परमेश्वर के सामने आकर सुबह दोपहर शाम 3 समय परमेश्वर से आके वो प्रार्थना कर रहा है. അതുകൊണ്ട് അവൻ വല്ലാതെ മനം തളർന്നു പോയി. അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരുപോലെ ദൈവസന്നിധിയിൽ ചെന്ന് അവന്റെ ഈ സങ്കടം പറയാൻ उसका തുടങ്ങി. प्रार्थना एक ही है कि खुदा अहीदोबेल और उसके सारे आलोचनाओं को तू निष्फल कर देना. അവന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന അഹീതോബേലിനെയും അവന്റെ ആലോചനയെയും നിഷ്ഫലമാക്കണമേ കർത്താവേ. आमीन. आप बाद में पढ़ लेना दूसरा सामुएल की किताब उसके 15वें अध्याय उसके 12 से लेकर के आयतों में उसके बारे में बताया गया है. 2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ ഇതിന്റെ ചരിത്രം മുഴുവനും പറയുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നീട് വായിച്ചു നോക്കാം. आमीन. दाऊद कहता है कि हे परमेश्वर अहीदोबेल और उसके सारे आलोचनाएं निष्फल होने पाए. അഹീതോബേലിനെയും അവന്റെ ആലോചനകളെയും നിഷ്ഫലമാക്കി കളയണം. आमीन. और परमेश्वर दाऊद का प्रार्थना सुनते हुए अहीदोबेल और
उसके सारे आलोचनाओं को वो निष्फल कर रहा है। ദൈവം ദാവീദിന്റെ പ്രാർത്ഥന കേട്ട് അഹീതോബേലിനെയും അവന്റെ ആലോചനകളെയും വാസ്തവമായി നിഷ്ഫലമാക്കി. हालेलुया। मैं और आप यदि परमेश्वर के सम्मुख आकर हमारे दर्दों को हम बांटने के लिए तैयार है, परमेश्वर हमारे लिए कार्यों को करने के लिए सामर्थी परमेश्वर है। നാം ദൈവസന്നിധി കടന്നു വന്ന് നമ്മുടെ സങ്കടം ബോധിപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് മറുപടി തരുവാൻ വാസ്തവത്തിൽ ശക്തനാണ്. दाऊद कहता है, आई कैन नॉट हैंडल एनी मोर, मैं अब अपने आप से कुछ कर नहीं पाऊंगा। എനിക്ക് എന്റെ കൈ കൊണ്ട് ഒന്നും ചെയ്യുവാനുള്ള ശക്തിയില്ല. मैं एक पक्षी के समान उड़कर यहाँ से भाग निकलना चाहता ഒരു हूँ, പ്രാവിനെ പോലെ ഇവിടെ നിന്ന് പറന്നു പോകാനായി എന്റെ ആഗ്രഹം. लेकिन प्रेस लॉर्ड परमेश्वर उसे भगा नहीं रहा है, बल्कि उसी परिस्थिति में परमेश्वर सारे बातों का नियंत्रण कर रहा है। എന്നാൽ ദൈവം അവനെ ഓടിച്ചു കളയുന്നില്ല, അവന് പോകുവാൻ അനുമതി കൊടുക്കുന്നില്ല. അവൻ ആയിരുന്ന ഇടത്ത് തന്നെ ദൈവം അവനെ സഹായിപ്പാനിടയാണ്. हमारे परमेश्वर हमारे कमजोरियों को जानता है और हमारे लिए आश्चर्य कार्यों को करता है। നമ്മുടെ ബലഹീനതകളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് നമ്മുടേത്. हालेलुया। इसके लिए दाऊद उस कॉन्फिडेंस के साथ गा रहा है, मैंने परमेश्वर से मेरे सारे मांग मैंने रखा है। അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പാടുന്നത്, ഞാൻ എന്റെ സങ്കടം ദൈവസന്നിധിയിൽ ബോധിപ്പിച്ചു കരയും. उसके 22वीं आयत को हम देखेंगे। അതിന്റെ 22, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. Cast your cares on to the Lord. हमारे सारे बोझ हम परमेश्वर के ऊपर डालने के लिए कहता है, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. और वो कभी भी अपने धर्मी प्रेस लॉर्ड गिरने नहीं देगा। നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കില്ല. हालेलुया। हम कहते हैं कि अपना बोझ परमेश्वर के ऊपर डालो, लेकिन ऐसा एक परिस्थिति से होकर आने वाला दाऊद अंत में कहता है, मैंने तो मेरे सारे बोझ मैंने मेरे परमेश्वर के ऊपर डाल दिया है। നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ വാക്കുപോലെ പറഞ്ഞു പോകുന്നവരാണ്. എന്നാൽ ദാവീദ് അങ്ങനെയല്ല. വാസ്തവത്തിൽ അവന്റെ ഭാരം അവൻ ദൈവത്തിന്മേൽ വയ്ക്കുവാൻ. जब रखा उसे उन्होंने पता किया कि धर्मी जन कभी भी गिरने नहीं देता है हमारा ഭാരം परमेश्वर। യഹോവയുടെ മേലിൽ വെച്ചപ്പോൾ അവന് മനസ്സിലായി, നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല. उड़कर भाग निकलने के लिए, एस्केप करने के लिए पंखों का जरूरत नहीं है, बल्कि हमारा बोझ हम परमेश्वर के ऊपर डालना काफी है। പ്രാവിനെ പോലെ ചിറക് വെച്ച് പറന്നുപോയി എങ്ങും ഓടിപ്പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെച്ച് നമ്മുടെ ഭാരം അവന്റെ മേളിൽ വെച്ചാൽ മതി. भागते रहेंगे तो कब तक हम भागते रहेंगे, लेकिन हमारे लिए भरोसा करने के लिए एक ही जगह है, वो हमारा परमेश्वर की उपस्थिति है। उसकी उपस्थिति में आते हुए हमारे दर्दों को हम बांट नहीं पाए। ഓടുന്നവൻ എത്ര നാൾ ഓടിക്കൊണ്ടിരിക്കും, എന്നാൽ അതിന്റെ ആവശ്യമില്ല. ദൈവസന്നിധിയിൽ വന്ന് ഭാരം യഹോവയുടെ മേലിൽ आपके വെക്കുക. सारे कमजोरियों को जानते हुए उस परिस्थिति से आपको उठाने के लिए वो सामर्थी परमेश्वर നമ്മുടെ है। അവസ്ഥകൾ അറിഞ്ഞ ദൈവം ആ വിഷയത്തിൽ നിന്ന് നമ്മളെ ആമേൻ എഴുന്നേൽപ്പിക്കാനിടയാണ്. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर और अनुमति दिया। परमेश्वर के आदरणीय दासों को हृदय की गहराई से धन्यवाद देते हैं। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। हमें भी आपकी प्रार्थना में उठाए रखिएगा। आपकी प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण है। वंस अगेन थैंक यू फॉर प्रेयर्स। हालेलुया। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। आमीन।